ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ സ്രാവ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എരിവിനനുസരിച്ച് ഉണക്കമുളക് എടുക്കാം. ആവശ്യത്തിനുള്ള കുടപ്പുളി തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരകവും കൂടി ചൂടാക്കാം. ഇത് കരിയാതെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും അപ്പോൾ മിക്സിയിലിട്ടിട്ട് അത് പൊടിച്ചെടുക്കാം. ഒരു പകുതി തക്കാളി, അതിലേക്ക് ആ പൊടിച്ച് വെച്ച പൊടി, ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുക. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10 ഉള്ളി പൊളിച്ചത് ഇട്ട് വഴറ്റാം. അതിലേക്ക് 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു പിടി വേപ്പില ഇട്ട് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് അതിലേക്ക് ഇട്ട് പുളിവെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് തിളപ്പിച്ച് വറ്റിക്കുക. പകുതി വറ്റലാവുമ്പോൾ സ്രാവ് ചെറുതാക്കി മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി വറ്റിച്ചെടുക്കാം. ഇനി ഉള്ളി വറുത്ത് ഒഴിക്കാം. അപ്പോൾ നമ്മളെ അടിപൊളി സ്രാവ് കൂട്ടാൻ റെഡി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കൂട്ടാൻ്റെ റെസിപ്പി ചെയ്ത് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ബൈ.